നമസ്കാരം. ഹോൺ ഓഫ് ആഫ്രിക്ക നമ്മുടെ ചെങ്കടലിലുള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ബാബൽ മാൻഡേബ് കടലിടുക്ക് ആ പ്രദേശത്തൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ, സൈനികപരമായിട്ടുള്ളൊരു സർജിക്കൽ സ്ട്രൈക്കല്ല, നയതന്ത്രപരമായിട്ടുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതെന്താണെന്ന് ചോദിച്ചാൽ 30 വർഷമായി സൊമാലിയയിൽ നിന്ന് വേർപെട്ട് സൊമാലി ലാൻഡ് എന്നുള്ളൊരു പ്രത്യേക രാജ്യമാണ് തങ്ങൾ എന്ന രീതിയിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്തിന് രാഷ്ട്രമെന്നുള്ള രീതിയിലുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ ഭാഗമായി ഇസ്രായേൽ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധിയെ, അംബാസിഡറെ സൊമാലി ലാൻഡിലേക്ക് അയക്കുവാനൊരുങ്ങുകയാണ്. അതിനെ വിമർശിച്ച് നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് 16ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ ഈ നീക്കത്തെ വിമർശിച്ച് സൊമാലിയയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യത്തെയുമാണ് ഇസ്രായേൽ ചോദ്യം ചെയ്യുന്നത്. ഇത് അനുവദിക്കാൻ സാധിക്കുകയില്ല, ഇസ്രായേലിന് അവരുടെ അനുവാദം വേണ്ട എന്നുള്ളത് ഇതുവരെ അവർക്ക് ബോധ്യമായിട്ടില്ല എന്ന് ചോദിച്ചാൽ ബോധ്യമായിട്ടുണ്ട്. എന്നാലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ പല രാജ്യങ്ങളും പ്രതിഷേധിച്ചിരിക്കുന്നത്. അതിലുള്ള ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെ കണക്കിലെടുക്കുന്നില്ല ഞാൻ. പക്ഷേ ഒമാനും സൗദി അറേബ്യയും എല്ലാം ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചിരിക്കുന്ന ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇസ്രായേൽ അവരുടെ നീക്കവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ പ്രതിഷേധത്തിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇസ്രായേൽ ഇത്തരമൊരു നീക്കം ഇപ്പോൾ നടത്താൻ കാരണം, ഈ സൊമാലി ലാൻഡ് എന്നുള്ളൊരു രാഷ്ട്രം, ഒരു സ്വയം പ്രഖ്യാപിത രാഷ്ട്രം കഴിഞ്ഞ 30 വർഷങ്ങളോളമായി സൊമാലിയയിൽ നിന്ന് വേറിട്ട രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഈ 30 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അങ്ങോട്ടേക്ക് ശ്രദ്ധ പതിപ്പിക്കാത്ത ഇസ്രായേൽ ഇപ്പോൾ എന്തിനാണ് ആ മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും സൊമാലി ലാൻഡിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക്. ഈ പ്രദേശത്ത് ചെങ്കടലിൽ ഹൂത്തികളുടെയും ഇറാനിയൻ സാന്നിധ്യം ഹൂത്തികളിലൂടെ ഒരല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ കടലിടുക്കിനെയും കൂടി നിയന്ത്രിക്കുവാനുള്ളൊരു സാധ്യത ഇറാൻ്റെ മുൻപിൽ ഇപ്പോൾ തെളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയുള്ളൊരു സാധ്യതയെ ഇല്ലാതാക്കുവാൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാവുന്ന ഏറ്റവും നല്ല സൈനികപരമായിട്ടുള്ളൊരു നീക്കം അവിടെ അവരുടെ ഒരു നാവികസേനാ താവളം ആ പ്രദേശത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊന്നിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെയുള്ളതിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് സൊമാലി ലാൻഡ്. അപ്പോൾ അത്തരമൊരു പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇറാനെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന സൊമാലിയയുടെ അനുവാദമില്ലാതെ തന്നെ ഈ സൊമാലി ലാൻഡിൽ ഒരു നാവിക താവളം സ്ഥാപിക്കുവാൻ ഉള്ളൊരവസരം ഇസ്രായേലിൻ്റെ മുൻപിൽ തുറന്നു കിട്ടും. ആ പ്രദേശത്ത് നിന്നുണ്ടാകുന്ന കാർഷികവും മറ്റ് ഭൗമ ഉൽപ്പന്നങ്ങളുടെയും കച്ചവട സാധ്യത മറ്റൊരു വശം. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ചെങ്കടൽ പ്രദേശത്ത് ഒരു നാവിക സാന്നിധ്യം, ശക്തമായൊരു നാവിക സാന്നിധ്യം തന്നെ ഒരുക്കുവാൻ ഇസ്രായേലിന് സാധിക്കും. അത്തരത്തിലൊരു നാവിക താവളം ഇസ്രായേൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നാലെ അമേരിക്കയും എത്തിക്കൊള്ളും. കാരണം ഇപ്പോൾ മൂക്കുകയറിട്ട് അമേരിക്കയെ യുദ്ധങ്ങളിൽ നിന്ന് യുദ്ധങ്ങളിലേക്കും അല്ലെങ്കിൽ തന്ത്രങ്ങളിൽ നിന്ന് തന്ത്രങ്ങളിലേക്കും നയിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്, പ്രത്യക്ഷമായി തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ ഇറാനെതിരെയുള്ള ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുമ്പോൾ ചെങ്കടലിൻ്റെ നിയന്ത്രണം ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 വർഷങ്ങളായി ആ പ്രദേശത്ത് ഇറാനും ഹൂത്തികളിലൂടെ ഇറാനും ഉള്ളൊരു മേൽക്കൈ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ അതിനൊരു മറുമരുന്ന് സൃഷ്ടിക്കുവാനോ ഇസ്രായേലിന് സാധിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഇറാന് മേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഒരു പരസ്പരമുള്ള സഖ്യങ്ങൾ ആകെ മാറിമറിയുകയാണ്, സമവാക്യങ്ങൾ തന്നെ മാറിമറിയുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഗൾഫ് രാജ്യങ്ങൾ, അതിൽ സൗദി ആകട്ടെ, UAE ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, ഖത്തറാകട്ടെ, തുർക്കി പോലും ആകട്ടെ, അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ഇറാനി യുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ സമയത്ത് ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഈ ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ എതിർക്കുന്ന രാജ്യങ്ങൾ പോലും മനസ്സുകൊണ്ട്, പല രാജ്യങ്ങളും പ്രത്യേകിച്ച് UAEയും സൗദിയും
ഇറാനെതിരെ ഉള്ളൊരു മനസ്ഥിതിയിലാണ്. അവർ കാലാകാലങ്ങളായി ഇറാൻ്റെ ശത്രുക്കൾ തന്നെയാണ്. പക്ഷേ ഈ ആക്രമണങ്ങളോടുകൂടി തന്നെ അവരുടെ ഒരു മനോഭാവം പൂർണ്ണമായി ഇറാനോടുള്ളൊരു ശത്രുത എന്നുള്ള നിലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. സൗദി അമേരിക്കയോട് തുറന്നു തന്നെ പറഞ്ഞിരുന്നു, ഇറാനെ ഇവിടെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കരുത്, ഇറാനെ ഏതാണ്ട് ഇല്ലാതാക്കിയിട്ടേ യുദ്ധം നിർത്താൻ പാടുള്ളൂ എന്ന് സൗദി അഭ്യർത്ഥിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയോട്. ഇസ്രായേലിനോട് അവർക്ക് നേരിട്ട് ആവശ്യപ്പെടാൻ സാധിക്കില്ല തൽക്കാലത്തേക്കെങ്കിലും. കാരണം പുറമേ കാണിക്കുവാനെങ്കിലും ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല എന്നുള്ളൊരു നിലപാടാണല്ലോ, ഔദ്യോഗിക നിലപാടാണ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ സൗദി ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്തി, പെട്ടെന്നൊരു മാറ്റം വരുത്തി ഇസ്രായേലിനോട് ഇത്തരമൊരു അഭ്യർത്ഥന നടത്തുവാൻ സൗദിക്ക് സാധ്യമല്ല. പ്രത്യേകിച്ച് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ അതിനെ വിമർശിക്കുമെന്നുള്ളൊരു നിലനിൽക്കെ, ഒരു സ്ഥിതി നിലനിൽക്കെ. അതുകൊണ്ട് തന്നെ ഈ മാറുന്ന സമവാക്യങ്ങളുടെ ഒരു പരിണാമം എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ലോകത്തിലെ രാഷ്ട്രീയ വിദഗ്ധന്മാരെല്ലാം വളരെ അത്ഭുതത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയും ഒരു പരിധിവരെ ആശങ്കയോടുകൂടിയുമാണ് ഈ സമവാക്യങ്ങളുടെ ഒരു പരിവർത്തനത്തെ നോക്കിക്കാണുന്നത്. ഇനി ഈ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ സുരക്ഷയ്ക്കായി ആരെ സമീപിക്കും? അമേരിക്കയോ? അമേരിക്കയുടെ വിശ്വാസ്യത അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നശിപ്പിച്ചിരിക്കുന്നു അമേരിക്കയുടെ സഖ്യകക്ഷികളെ സംബന്ധിച്ച്. സഖ്യകക്ഷികളെന്ന് ഞാൻ പറയുന്ന നാറ്റോയെ സംബന്ധിച്ചുള്ള പോലുള്ള സഖ്യകക്ഷികളല്ല, ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യയും UAEയും പോലുള്ള രാജ്യങ്ങളെയാണ് പറയുന്നത്. ആ രാജ്യങ്ങളിലേക്കുണ്ടായ ആക്രമണങ്ങളെ ചെറുക്കുവാൻ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ഉപകരിച്ചു എങ്കിൽ പോലും അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു പ്രതിരോധമോ പ്രത്യാക്രമണമോ അമേരിക്ക നടത്തിയിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശങ്കാജനകമായൊരു വസ്തുതയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അത്തരുണത്തിൽ അവരെ ഇത്തരത്തിലുള്ളൊരു സഖ്യം ഇറാനെ പ്രതിരോധിക്കുവാനായി പുതിയതായി നിർമ്മിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് ആശങ്കാജനകമായൊരു വസ്തുതയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വളരെ ആശങ്കാജനകമായൊരു വസ്തുതയാണ്. കാരണം അവർക്ക് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സമീപിക്കാവുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാനും തുർക്കിയുമാണ്. ഈ രണ്ട് രാജ്യങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യങ്ങളാണെന്നുള്ളത് ആ അറബ് രാജ്യങ്ങൾക്ക് തന്നെ അറിയാം. ഈ രണ്ട് രാജ്യങ്ങളും ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ലോകത്തിൻ്റെ മുൻപിൽ ഇസ്ലാമിക രാജ്യത്തെ നേതാവാകുവാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു ലക്ഷ്യം വെച്ച് ഇസ്രായേലിന് എതിരെ എന്തെങ്കിലും നീക്കം നടത്തുവാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണെന്ന് ഇസ്രായേലിനും അറിയാം. അത്തരത്തിലുള്ളൊരു സഖ്യം രൂപപ്പെടുമോ? അതോ സൗദി അറേബ്യയും ബഹ്റിനും ഖത്തറും എല്ലാം ചേർന്ന് ഇസ്രായേലുമായൊരു അനൗദ്യോഗിക സഖ്യമുണ്ടാക്കുമോ ഇറാനെതിരെ? ഇനി എല്ലാം മാറ്റിവെച്ച്, എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആശങ്കകളും എല്ലാ വഴക്കുകളും മാറ്റിവെച്ച് ഇറാനുമായി ഇവർ സഖ്യത്തിൽ ഏർപ്പെടുമോ? അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അടിസ്ഥാനപരമായി തന്നെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഷിയ വിഭാഗമാണ് ഇറാനിലെ ഭരണകൂടം, സുന്നി വിഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി തുടങ്ങി ഖത്തർ വരെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ 1400 വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. അതിൽ ഒരു മാറ്റം ഇവരാൽ കൊണ്ടുവരിക സാധ്യമല്ല, താൽക്കാലികമായിട്ടെങ്കിലും. അത്തരത്തിലുള്ള ഒരു സമവാക്യങ്ങളുടെ ഒരു പരിവർത്തനം, അതിൻ്റെ പരിണാമം എങ്ങനെയാകുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ ഇത്തരത്തിലുള്ളൊരു നീക്കം, സൊമാലിലാൻഡിനെ അംഗീകരിച്ചു കൊണ്ടുള്ളൊരു നീക്കം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. നയതന്ത്ര തലത്തിൽ തന്നെ അത് വലിയ പ്രത്യാഘാതങ്ങളും വലിയ ഓളങ്ങളുമുണ്ട് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇസ്രായേലിൻ്റെ ഒരു നാവിക താവളം അവിടെ വന്നു കഴിഞ്ഞാൽ ചെങ്കടലിലുള്ള ഇറാൻ്റെ ആധിപത്യം ഏതാണ്ട് അവസാനിക്കും. കാരണം ഇസ്രായേലിൻ്റെ നാവിക ശക്തി ഇപ്പോൾ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലുള്ളതുപോലുള്ള ഒരു നാവിക ശക്തി ഇറാന് ചെങ്കടലിലില്ല. എന്നാൽ ഹൂത്തികൾ വഴി അത്യാവശ്യമെങ്കിൽ അതുവഴി പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുവാനുള്ളൊരു ശക്തി അവർക്കുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു നാവികസേനാ താവളം ഇസ്രായേൽ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ശക്തിയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഇസ്രായേലിന് നിമിഷങ്ങൾ മാത്രം മതി. അത്തരത്തിലുള്ള ഒരു സാധ്യത, സൈനിക തന്ത്രം ഇസ്രായേൽ ഒരുക്കും അവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം സൊമാലിലാൻഡിൻ്റെ ഭരണാധികാരികൾ ഈ ഇസ്രായേലിൻ്റെ ഇത്തരത്തിലുള്ളൊരു അംഗീകാരത്തിനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയും ഒപ്പം ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ നീക്കത്തെ ഇസ്രായേലിനെ വിമർശിച്ചതിനെ ഇരട്ടത്താപ്പെന്ന് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സൊമാലിലാൻഡായി സ്വയം സൊമാലിയയിൽ നിന്ന് വിട്ടുവന്നിട്ടുള്ള ജനവിഭാഗം സൊമാലിയയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത് ചില്ലറ പീഡനങ്ങളല്ല. അവിടെ ദൈഷും അൽ-ദൈബും പോലുള്ള ഭീകരവാദ സംഘടനകൾ സമുദായങ്ങളെ 1000-ഓ 10,000-ഓ
കണക്കിനും ആളുകളെ കൊന്നു തള്ളി ഇവരെ നിരന്തരം പീഡിപ്പിച്ച് അവസാനം നിവർത്തിയില്ലാതെയാണ് ഇവർ സൊമാലിയയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ളൊരു വിട്ടുമാറലിൻ്റെ പേരിൽ കൂടുതൽ പീഡനങ്ങൾ അവർക്ക് മേൽ അഴിച്ചുവിടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പോലുള്ളൊരു ശക്തിയുടെ സംരക്ഷണം തങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ, അതും സൈനിക രൂപത്തിൽ ലഭിക്കുമെങ്കിൽ, അവരത് ഇരുകൈയും നീട്ടി സ്വീകരിക്കാനാണ് സാധ്യത. കാരണം അവർക്കൊരു കാര്യം അറിയാം, ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ടൊരു ചെറിയ രാജ്യമാണെങ്കിലും അവരുടെ സൈനിക ശക്തിയും ആക്രമണശേഷിയും വളരെ വലുതാണ്. തന്നെയുമല്ല, അമേരിക്കയെ പോലെ ഉള്ളൊരു വൻ ശക്തി ഇസ്രായേലിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യവും സൊമാലിലാൻഡിനറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കത്തെ അവർ ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്തതിന് അത്ഭുതമൊന്നും പെടേണ്ടതില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നീക്കം ഒരല്പം ആശങ്കാജനകം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ഇസ്രായേലുമായി സമീപ ഭാവിയിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു കല്ലുകടിയായി കിടക്കും. കാരണം ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ അംഗീകൃത സുഹൃത്ത് സൊമാലിയയാണ്. സൊമാലിയയുടെ ശത്രുവാണ്. സൊമാലിയയിൽ നിന്ന് വേർപെട്ട ഒരു വിഭാഗമാണ് സൊമാലിലാൻഡ്. ആ സൊമാലിലാൻഡിനെ അംഗീകരിച്ച ഇസ്രായേലുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ബന്ധം ഇപ്പോൾ 16 രാജ്യങ്ങൾ ഇസ്രായേലിനെ വിമർശിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ സൗദിയും ഖത്തറിനെ വിട്ടേക്കൂ, സൗദിയും UAEയും നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ഇസ്രായേലുമായിട്ടൊരു സൗഹൃദ ബന്ധം പുലർത്തുവാനുള്ള ഔദ്യോഗിക തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ മറ്റ് 14 രാജ്യങ്ങളും ഒരുപക്ഷെ ഇവർക്കെതിരെ തിരിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനകൾക്കുള്ളിൽ അവർക്ക് ചില്ലറ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സാമ്പത്തികമായോ സൈനികപരമായിട്ടോ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാനുള്ള ശേഷി ഈ 14 രാജ്യങ്ങളിൽ ഒരെണ്ണത്തിന് പോലുമില്ല. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ സൗദിക്കെതിരെ അല്ലെങ്കിൽ UAEക്കെതിരെ ഒരു സഖ്യം ആ 14 രാജ്യങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ട് വരുവാനുള്ള സാധ്യത അവിടെയുണ്ട്. ആ സാധ്യത ഇറാനെ പോലൊരു രാജ്യം മുതലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന, ഒരു നേർരേഖയിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു രീതിയിലേക്കല്ല ലോകത്തിൻ്റെ മൊത്തം കിടപ്പുകളും ഒരു സഖ്യങ്ങളുടെയും ശത്രുതയുടെയും സമവാക്യങ്ങളും നീങ്ങുന്നത്. പക്ഷേ ഇതിൽ ഏറെക്കുറെ കൃത്യതയോടുകൂടി സാധ്യതകൾ പഠിച്ചെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയാതെ വയ്യ. കാരണം ഈ സൊമാലിലാൻഡിനുള്ള അംഗീകാരത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവർ മുൻകൂട്ടി മനസ്സിലാക്കുകയും ഇതിലേത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉരുവായാലും അതിൽ നിന്ന് തങ്ങൾക്ക് നേട്ടം കൊയ്യുവാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു വയ്ക്കുകയുമാണ് ഇസ്രായേൽ. സൊമാലിലാൻഡിനുള്ള അംഗീകാരത്തിലൂടെ അവിടെ വരുവാൻ പോകുന്ന അവരുടെ നാവികത്താവളത്തിലൂടെ അവരുമായി സൊമാലിലാൻഡിൽ സ്ഥാപിക്കുവാൻ പോകുന്ന അവരുടെ നയതന്ത്ര ബന്ധങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ അതിലെല്ലാം കൂടെ ചെയ്തു വയ്ക്കുന്നത് ഇപ്പോഴേ. ദീർഘവീക്ഷണമുള്ളവനാണ് ജൂതൻ എന്നുള്ള കാര്യത്തിൽ ജൂതൻ്റെ ശത്രുക്കൾക്ക് പോലും സംശയമുണ്ടാവേണ്ട കാര്യമില്ല. ഇനി അത്തരത്തിൽ ഏതെങ്കിലും സംശയം എന്തെങ്കിലും ശത്രുക്കൾക്കുണ്ടെങ്കിൽ അത് അവരുടെ നാശത്തിലേക്കുള്ള സംശയമാണെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. അതിൽ സംശയമുള്ളവർ ഹമാസിനോട് ചോദിച്ചാൽ മതി. എന്താണ് അത്തരത്തിൽ നിസ്സാരവൽക്കരിച്ച് ജൂതനെ കണ്ടതിൻ്റെ പരിണത ഫലമെന്നുള്ളത്. എന്തായാലും വളരെ ആശങ്കാജനകമായൊരു കാലഘട്ടത്തിലേക്കാണ് ലോകം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം ഭാരതത്തിൻ്റെ എന്താണ് പ്രാതിനിധ്യമെന്ന് ചോദിച്ചാൽ, തൽക്കാലം സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ നീക്കത്തിന് ഭാരതത്തിൽ യാതൊരു റോളുമില്ല. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ സൊമാലിലാൻഡിനെ ഭാരതം അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ കളി മാറും. ആ കളി എന്തായിരിക്കുമെന്നുള്ളത് ആ സമയത്ത് നമുക്ക് വിശകലനം ചെയ്യാം. എന്തായാലും ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഇസ്രായേലിൻ്റെ ഈ നയതന്ത്രപരമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് അറബ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ജിഹാദികളെ ഉള്ളുകൊണ്ടെങ്കിലും പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെ നടുക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്താകും അടുത്ത പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ എതിർത്ത് രംഗത്ത് വരുമോ? വന്നാൽ ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറുമോ? അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും എന്താണ് അടുത്ത നടപടി എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.